ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല. ഒരു സയൻസ് വിദ്യാർത്ഥിയുടെ എത്തിക്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം കൊണ്ടാണ്. ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വായിച്ചൊരു ന്യൂസാണ്. ന്യൂസിൽ പറഞ്ഞത് കെമിസ്ട്രിയിൽ PhD ബിരുദധാരിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് അയാളുടെ വീട്ടില് ഒരു കുഞ്ഞ് ലാബ് സെറ്റപ്പ് ചെയ്ത് ഒരു മയക്കുമരുന്ന് ഉണ്ടാക്കി അത് വിൽപ്പന നടത്തിയത് പോലീസ് പിടിച്ച് അകത്തായി എന്നുള്ള വാർത്തയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള വലിയ ഫാക്ടർ തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരിൽ പലരും കെമിസ്ട്രിയുടെ ഒപ്പം തന്നെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത് കൊണ്ട് പാലിക്കേണ്ട ചില എത്തിക്സിനെ കുറിച്ചൊക്കെ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഓർമ്മ പറയണത് PA ജോസ് എന്ന് പറയുന്ന ഒരു സാറാണ്. സാറ് ക്ലാസ്സിൽ വന്നിട്ട് ഒരിക്കലും അന്ന് എനിക്ക് പെട്രോ കെമിക്കൽസ് ആൻഡ് പോളിമർ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ആഡ് ഓൺ ഡിപ്ലോമയാണ്. പിന്നെ പറയുന്ന സമയത്ത് സാറ് പറഞ്ഞു, നമ്മുടെ മണ്ണെണ്ണ, റേഷൻ കടയിൽ കിട്ടുന്ന മണ്ണെണ്ണയ്ക്ക് നീല നിറാണല്ലേ. അപ്പൊ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണയുടെ നീല കളർ കളഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കാൻ പറ്റും. അതായത് അന്നൊക്കെ 19 രൂപ അല്ല 9 രൂപ 50 പൈസ, 50 രൂപ 60 പൈസ കിട്ടിയുള്ളൂ മണ്ണെണ്ണയ്ക്ക് റേഷൻ കടയിൽ. എന്നാലും ബ്ലാക്ക് മാർക്കറ്റിൽ വെള്ള മണ്ണെണ്ണയ്ക്ക് ഒരു 40-45 രൂപ ലിറ്ററിന് വിലയുണ്ട്. അപ്പൊ ഇതിന് നീല കളർ മാറ്റി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ പുള്ളിക്കാരന്റെ അടുത്ത് വന്നിട്ട് ഇതിന് നീല കളർ മാറ്റാൻ പറ്റുമോ, അതിനുള്ള ടെക്നോളജി എന്താണെന്നൊക്കെ ചോദിക്കണ്ടായി. പുള്ളി പറഞ്ഞു മാറ്റാനൊക്കെ പറ്റും. അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എത്തിക്സിന്റെ ഭാഗമാണ്. കാരണം ഞാനൊരു കെമിസ്റ്റ് ആണ്, എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് അവർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. അത് ചെയ്യുന്നത് തെറ്റുമാണ്. സർക്കാർ അത് ആരും മറച്ചു വെക്കാതിരിക്കാൻ വേണ്ടിയാണ് നീല കളർ ചേർത്ത് മണ്ണെണ്ണ വയ്ക്കുന്നത് അല്ലേ. അപ്പം അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യം കൂടിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജി ആട്ടോ, അതും പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ MSc ആദ്യമായിട്ട് ചെയ്തത് വാറ്റലാണ്. വാറ്റ്, നമ്മുടെയൊക്കെ നാട്ടിൽ നടന്ന ചാരായം വാറ്റ്. അപ്പൊ നമ്മളത് ചെയ്തത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് എത്തനോൾ വേണമായിരുന്നു ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അവിടെ ആണെങ്കിൽ അന്ന് ഡീനേച്ചേർഡ് സ്പിരിറ്റേ ഉള്ളൂ. ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോൾ വാങ്ങിച്ച് എത്തനോൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് റബ്ബർ ഡിസ്റ്റിലേറ്റോ പിരിഡിനോ ഒക്കെ ചേർത്തിട്ടുണ്ടാവും, നമ്മളത് കുടിക്കാതിരിക്കാനായിട്ട്. പക്ഷെ നമുക്ക് സിന്തസിസ് നടത്താനാണെങ്കിൽ പ്യുവർ എത്തനോൾ വേണം താനും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഡിസ്റ്റിൽ ചെയ്ത് അതിലെ പിരിഡിനും റബ്ബർ ഡിസ്റ്റിലൊക്കെ മാറ്റി പ്യുവർ എത്തനോൾ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോ വീട്ടിൽ ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിയാ. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് മാറ്റുക, അപ്പോൾ കറക്റ്റ് ആയിട്ട് എത്തനോൾ മാത്രം കിട്ടും, പിന്നെ അതിലും എത്തനോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് വരണ കുറച്ച് ഭാഗത്തിൽ കുറച്ചധികം എത്തനോൾ ഉണ്ടെങ്കിൽ തന്നെ കടലുണ്ടാവും, അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്തനോൾ മാത്രമേ വരുള്ളൂ. അതൊരു കാര്യം. വാറ്റുക എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉണ്ടാക്കലാണ്. അത് നമ്മൾ ഫെർമെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോർഷനിൽ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ നടന്ന് അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടാവും. അത് ഡിസ്പ്ലേ ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ വൈൻ മേക്കിംഗ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കെമിസ്റ്റുമാരായിട്ട് പഠിച്ച ആൾക്കാർക്ക് അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അറിയാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വട്ടം പാളിയാലും രണ്ടാമത്തെ വട്ടം നന്നാവും. എനിക്കൊക്കെ നല്ലോണം വൈൻ ഉണ്ടാക്കാനായിട്ട് പറ്റാറുണ്ട്, നമ്മൾ വൈൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഒരു എൻജോയ്മെന്റ് കുടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ. കാരണം ഇത് പുറത്തുനിന്ന് കിട്ടുന്ന വൈന് ഭയങ്കര കയ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രി ലാബിൽ BSc പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പല എക്സ്പെരിമെന്റുകളിലും ഒരു അഡക്റ്റിനെ കുറിച്ചിട്ട്, എന്താ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഒരു അഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ചെയ്യണ്ട, എഴുതിയാൽ മതി എന്ന് പറയും. ഒരു സാധനത്തെ കുലുക്കുമ്പോൾ ഒരു വെള്ള പ്രസിപ്പിറ്റേറ്റ് വരും എന്നുള്ളത്. അപ്പൊ ഈ പറയുന്നത് വെച്ചാൽ ചെയ്യണ്ട, എഴുതിയാൽ മതി എന്ന് പറയും. കാരണം ആ സാധനം അവിടെ ഉണ്ടാവില്ല ലാബില്. അതിന് കാരണം കേരളത്തിൽ വളരെ പണ്ടുകാലം മുതൽക്കേ വാറ്റ് ചാരായത്തിന് വീര്യം കൂട്ടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അത് കലക്കി കഴിഞ്ഞാൽ അത് വീര്യം കൂടും. പല നോവലുകളിലും ഈ സാധനത്തിന്റെ പേര് പറയുന്നുണ്ട്. ഒരു പ്രത്യേക സാധനം ഇട്ട ചാരായം എന്നാണ് പറയാ. എനിക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്.
എന്റെ ഒരു പോളിസിക്ക് അത് എതിരായതുകൊണ്ട് ഞാനത് പറയുന്നില്ലെന്ന് മാത്രം. അപ്പൊ അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് വാങ്ങിക്കാൻ കിട്ടാത്തത്. കേരളത്തിൽ അത് വാങ്ങിക്കാനേ കിട്ടില്ല, റിസർച്ച് ലാബുകളിൽ മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അതൊരു സാധനം. അതുപോലെ എന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ വളപ്പീടികയിൽ വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അത് മണ്ണില് നൈട്രജന്റെ അംശം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പേര് ഇപ്പൊ പറയുന്നില്ല. ദുരുപയോഗം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഈ സാധനം നമ്മുടെ വളപ്പീടികയിൽ മേടിക്കാൻ കിട്ടിയിരുന്നു. 50 കിലോന്റെ ചാക്കായിട്ടാണ് കിട്ടാം. ഇത് നമ്മുടെ എന്താ പറയാ, വളരെ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു സാധനമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അസലായിട്ട് വെടിപൊട്ടിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അത് ബോംബ് ഉണ്ടാക്കാനും പാറമടയില് പാറ പൊട്ടിക്കാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാറ പൊട്ടിക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നാണ് ഇതുകൊണ്ട് ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ കണ്ടുപിടിച്ചത്. അപ്പോൾ വളരെ വ്യാപകമായിട്ട് രാഷ്ട്രീയ അക്രമങ്ങളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഗുണ്ടാക്രമണങ്ങളിലൊക്കെ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയപ്പം ഇത് വളപ്പീടികയിൽ കിട്ടാണ്ടേ നമ്മൾ ഉപയോഗിക്കണതിന്റെ കുഴപ്പം കൊണ്ടാ. അതുപോലെ തന്നെ അടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. നമ്മുടെ അസറ്റിക് ആസിഡിന്റെ അൺഹൈഡ്രേസ് ഫോം. ഇത് ഒരു മയക്കുമരുന്നിനെ വേറൊന്നായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതുകൊണ്ട് ഇത് രണ്ടും വളരെ സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വില കൂട്ടി വിൽക്കാനായിട്ടുള്ള നല്ല വീര്യം കൂട്ടിയ മയക്കുമരുന്നാക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് അതും പെർമിഷൻ ഇല്ലാണ്ട് വാങ്ങിക്കാൻ കിട്ടില്ല, ലൈസൻസ് വേണം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ചാനലിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇട്ടുണ്ടായിരുന്നു, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് മൂക്കിൽ വലിച്ചു കയറ്റിയിട്ട് പിള്ളേർ ഇത് ലോഫിംഗ് ഗ്യാസ് ആണ്, ഭയങ്കര സന്തോഷമുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു ഫാക്ടറാണ്. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ നമ്മുടെ വൈറ്റ്നർ ചൂടാക്കി വലിക്കുക, അല്ലെങ്കിൽ ലൈറ്ററിന്റെ ഗ്യാസ് വലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് പത്രങ്ങളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽസിനെ ഭയങ്കര മോശമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം മാത്രമല്ല, നമുക്കതിന്റെ കൂടെ എത്തിക്സും കൂടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത അധ്യാപകർക്കുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ പി എ ജോസ് സാറ് മാത്രമല്ല പഠിപ്പിച്ചിരുന്നതിൽ KL ജോയ് സാറ്, ബാബു സാറ്, അതുപോലെ ജോഷി സാറ്, ജോബി സാർ, അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോഴും കോളേജിനകത്തുണ്ട്, കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിലിപ്പം KL ജോയ് സാർ ആണെങ്കിൽ ചില ദിവസം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിനൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും എത്തിക്സും ഒക്കെയാണ് പറയുക. ജോബി സാർ സ്പെക്ട്രോസ്കോപ്പിയാണ്, അതിന്റെ കൂടെ നമുക്ക് ഇതൊക്കെ കേൾക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിരുന്ന ഒരുപാട് അധ്യാപകർ നമുക്കുണ്ടായിരുന്നു. അപ്പൊ അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് ആലോചിക്കേണ്ടത് കുട്ടികളിലേക്ക് വിദ്യ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, അവർക്ക് അതിന്റെ എത്തിക്സും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കെമിസ്ട്രിക്കാരന് ഇപ്പോൾ ഒരു ഡ്രഗ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഉണ്ടാക്കണം വെച്ചാൽ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് ജസ്റ്റ് ഒരു 6 മാസത്തെ പ്രാക്ടീസ് ഉള്ള ആർക്കും ഏത് ഡ്രഗും വെറും കയ്യിൽ ഇരുന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് റോ മെറ്റീരിയൽസ് കിട്ടിയാൽ മാത്രം മതി. എക്യുപ്മെന്റ്സ് പോലും കാര്യമായിട്ട് വേണ്ട. വീട്ടിലെ എക്യുപ്മെന്റ്സ് ചെല്ലുകുപ്പിയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഈ സാധനങ്ങളൊന്നും. ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതിന്റെ ടെക്നോളജി മനസ്സിലാക്കുക, കുറച്ച് ലോജിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ ഡ്രഗിന്റെ ഒക്കെ സ്ട്രക്ചർ യൂട്യൂബിലും വിക്കിപീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ വിക്കിപീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗിന്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന രീതി ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക്, റിട്രോസിന്റിക് അനാലിസിസ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പിന്നെ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രമേ വേണ്ടൂ. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽസും പ്രാക്ടീസും കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഇത് ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന സ്റ്റുഡന്റിന്റെ മനസാക്ഷി അല്ലെങ്കിൽ അയാൾ പഠിച്ചു വന്ന എത്തിക്സ് ആണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഒരു മനുഷ്യ സമൂഹത്തിന് വിദ്യ മാത്രം പകർന്നു കൊടുത്ത് വളർത്തി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല എന്ന് പറയാനാണ് ഞാനവിടെ ഈ വീഡിയോ ആയിട്ട് വന്നത്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി.